ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ എത്തിയിട്ടുണ്ട്. എൻ്റെ മസ്റൂറ മോള് ഡ്രസ്സ് കൊടുക്കും മക്കളെ. ഇതാണ് നമ്മൾ കണ്ട അമ്മ, ചേച്ചി കൊടുക്കും. ചേച്ചി മേടിച്ചു ചേച്ചി. പിന്നെ അതാണ് നമ്മൾ കണ്ട വീഡിയോയിൽ ഒരു വീട് പൊളിച്ചിട്ടിട്ടുണ്ട് അവിടെ. അത് പണി ലൈഫ് മിഷൻ്റെ പണി നടക്കുകയാണ്. ചേച്ചിക്ക് ഇനി എന്തൊരു പറയാനുണ്ട് ചേച്ചി? വളരെ സന്തോഷം തന്നെ. ഒന്ന് ഉറച്ചിറങ്ങി എന്നാൽ നമ്മുടെ കേൾക്കത്തുള്ളൂ. നിങ്ങൾ വരുന്നതിന് വളരെയേറെ സന്തോഷം. നമ്മളെയൊക്കെ നിങ്ങൾ കാത്തതിന് വേണ്ടി ഒരുപാട് സന്തോഷം. നമുക്ക് നല്ല മനസ്സുണ്ടാവട്ടെ. ഭഗവാൻ ഇഷ്ടം കൊണ്ട് ഒരാവത്തും വരാം. ഞാൻ ഇതിനകത്ത് അക്കൗണ്ട് നമ്പർ ചേച്ചിയുടെ അത് വെക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും സഹായം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിൽ ഇട്ടാൽ മതി. ഇനി അമ്മയ്ക്ക് കണ്ണ് കാണില്ല. ഇതൊക്കെയാണ് അവസ്ഥകൾ. നമ്മൾ ഇവിടെ നിന്ന് വണ്ടി ഇറങ്ങിയ വലിയ ദൂരമൊന്നുമില്ല. അങ്ങനെ ഞാൻ മസ്റൂറ മോള്, എൻ്റെ വാപ്പ, മക്കള്, ഉമ്മ എല്ലാവരും കൂടെ അവരിപ്പോൾ ഈ ഷെഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥകൾ. എല്ലാവരും തന്ന സാധനങ്ങളെല്ലാം എന്താ കൊടുത്തിട്ടുണ്ട്. മതിന്ന് പൈസ എങ്ങടുത്താണ് മക്കളെ കൊടുക്കളെ. ചേച്ചിയുടെ കൈ കൊടുക്കി. ചേച്ചിക്ക് എത്ര മക്കളാണ്? 4 മക്കൾ. അതിൽ ഒരാൾ കുടുംബമായി പോയി. ഇനി ബാക്കി 3 പേര് മോളെ കെട്ടിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട് അവരൊന്ന് കൊണ്ടുപോയി. ഇനി ബാക്കി 2 ആമ്പിളർ ഇവിടെ ഉണ്ട്. പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരാളെ ഉള്ളൂ, കൊച്ചവൻ മാത്രമേ ഉള്ളൂ പഠിക്കും. അയാൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ തട്ടി പോകണം. നമ്മൾ വന്നതിൽ വളരെയേറെ സന്തോഷം. നമ്മൾ പാരിപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. എനിക്കൊരു ചെറിയൊരു ചാനലുണ്ട്. അതിൽ നിന്ന് ഞാൻ 3 ദിവസം കൊണ്ട് പിരിച്ച പൈസയാണ് ഇത് നിങ്ങൾ ഉപയോഗിക്കണം. ഒന്നും പാടിക്കളയാണ്ട് സന്തോഷമായിട്ട് ഉപയോഗിക്കണം. കണ്ട അവർക്കും വയ്യാത്തൊരു മനുഷ്യനാണ് അമ്മ. നമ്മൾ വന്നപ്പോൾ ഈ തോട്ട് കണ്ട ഇവരെ അവസ്ഥ. ലൈഫ് മിഷൻ്റെ വീട് വരുന്നുണ്ട്. കുട്ടികൾ കാര്യങ്ങൾ അവിടെ മേളിലാണ് വീട് വെക്കുന്നത്. ഇതിലെവിടെ നിങ്ങൾ കിടക്കുന്ന? ചേച്ചിയുടെ ഭർത്താവില്ല. അപ്പം എല്ലാവരും വീഡിയോയിൽ ചോദിച്ച് ചേച്ചിയുടെ ഭർത്താവ് എന്തിയെ, കാര്യങ്ങൾ എന്തിയെന്നൊക്കെ ചോദിച്ച്. ഭർത്താവില്ല, 4 മക്കളുണ്ട്. ഇനിയിപ്പോൾ പഠിക്കുന്ന ഒരാളുണ്ട്. അപ്പം ഞാൻ അക്കൗണ്ട് നമ്പർ ഞാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പരൊക്കെ മേടിക്കും. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്ന എന്താണെന്നറിയാമോ? ഇവർക്ക് ഒരു നേരത്തെ ഭക്ഷണം അതെനിക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ ഇവർക്ക് നേരിട്ട് നിങ്ങൾ സഹായിച്ചാൽ മതി. എൻ്റെ അക്കൗണ്ടിൽ ഒരു പൈസ ഇടണ്ട. മാമൻ്റെ ഒന്ന് പിടിച്ചോട്ടെ. മാമ വഴക്കുറയോ? ഇനി വേണ്ട. അമ്മേരെ അവസ്ഥ ഉണ്ടാ? അമ്മ മാറിയുന്നോട് ബാപ്പ. അവര് ജനിച്ചു വളർന്ന സ്ഥലമല്ലേ? ഇവരെ 2 പേരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ സഹായം ചോദിച്ച്. നിങ്ങൾ നല്ല മനുഷ്യർ സഹായിച്ചിട്ടുണ്ട്. ആ ചേച്ചിക്ക് ഇനിയും സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരെ വീട് നല്ല കണക്ക് പണി പൂർത്തിയാക്കണം. ചേച്ചിക്ക് വേറെ ആരുമില്ല, മക്കൾ മാത്രമേ ഉള്ളൂ. ഈ വയസ്സായ 2 പേർക്കും കാഴ്ചയില്ല അല്ലേ ചേച്ചി? ചേച്ചിയുടെ മോൾക്ക് കാഴ്ചയുണ്ടോ? 55% കുറവുണ്ട്. ഇപ്പോൾ കണ്ണടിയൊക്കെ വെച്ച് നടക്കുന്നു. എന്നാലും ഒരുവിധം ഇങ്ങനെ വെച്ചൊക്കെ തന്നെ നമ്മൾ നടത്തും. ഇവരെ ഇത് തന്നെ എനിക്കും വന്നിട്ടുണ്ട്. എനിക്കും അത് തന്നെ പാടാതെ ദൂര കാഴ്ചയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും ചേച്ചിയുടെ മറ്റേ ചാനൽ അൻഷ വേൾഡിൻ്റെ ചാനൽ കണ്ടിട്ട് ആരെങ്കിലും സഹായിക്കാനുള്ളവരാണെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം. ഇത്രയ്ക്കും കഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. നിങ്ങൾ തന്ന പൈസയും സാധനങ്ങളും എല്ലാം ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിക്കുന്നില്ല. കാരണം വെച്ചാൽ വീടിൻ്റെ പണി മേലിൽ ലൈഫ് മിഷൻ്റെ നടക്കുകയാണ്. അപ്പം അവർ പൊട്ടിച്ചെടുത്തോട്ടെ. ചേച്ചിയുടെ അവസ്ഥ വല്ലാത്തതാണ്. ഒരു ജോലിക്ക് പോലും പോകാൻ അതൊക്കെ അവരെടുത്തോളും. ജോലിക്ക് പോലും പോകാൻ പറ്റാണ്ടൊരവസ്ഥയാണ് ചേച്ചിക്ക്. അവസ്ഥ അറിയാലോ, കണ്ട വെള്ളക്കെട്ടും പാലും ഇതോ പോവുക. അവർക്കൊരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണല്ലേ ചേച്ചി? നിങ്ങൾ ജനിച്ചത് എല്ലാം ഇവിടെ തന്നെ? ഇവിടെ തന്നെ. ഇനി പഠിക്കുന്ന ആൾ എത്രയിലാണ്? 6ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ് മോൻ? അരിപ്പേല്. 6ാം ക്ലാസ്സിലാണ്. കുട്ടികൾക്ക് പഠിക്കാനായാലും എന്തെങ്കിലും കാരണം ഇത് കൂടിപ്പോയാൽ ഒരു 10-20 ദിവസം ഇത് കഴിഞ്ഞിട്ട് അവർക്ക് ജീവിക്കണം. ഈ വയ്യാത്ത മനുഷ്യരിട്ടിട്ട് അവർക്കൊരു വയ്യായ്മ ഉള്ളതുകൊണ്ട് ഒരു പണിക്ക് പോകാൻ പറ്റുന്നില്ല. നിങ്ങളെ സഹായം കൊണ്ട് ഞാൻ ഇവർക്ക് ഇത്രയും എത്തിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളെയും കൊണ്ടിട്ടാണ് വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചേച്ചിക്ക് വീട് പൂർത്തിയുള്ള പൈസയൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. അസ്സലാമു അലൈക്കും.